ഇപ്പോൾ മിക്ക ആൾക്കാർക്കും അനുഭവം ഉണ്ടാകും. ഇപ്പോൾ മേക്കപ്പ് മാനായാലും ശരി, കോസ്റ്റ്യൂമർ ആയാലും ഒക്കെ ശരി, ഏതെങ്കിലുമൊക്കെ ആർട്ടിസ്റ്റിന് വളരെ മോശമായിട്ടുള്ളൊരു പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട്. പേര് പറയേണ്ട ആർട്ടിസ്റ്റ് അല്ല ഉണ്ട്, ഒരുപാട് കൂടുതലും പെണ്ണുങ്ങളാണ് ആണല്ലേ. അവർക്ക് പ്രത്യേകിച്ച് മദ്രാസ് അടിപ്പാവടയുടെ തുണിയുടെ തന്നെ ക്വാളിറ്റി കുറഞ്ഞാൽ മതി. അത് അതിൻ്റെ മാച്ചാണ്. ചിലപ്പോൾ നമുക്ക് കളറ് കിട്ടത്തില്ല, അവരുദ്ദേശിക്കുന്ന പോലത്തെ മെറ്റീരിയൽ നമുക്ക് കിട്ടത്തില്ല ആ കളറിന്. പക്ഷെ അതൊക്കെ തന്നെ അവർ എനിക്ക് തോന്നുന്നത് ചെറിയ പ്രായത്തിൽ ഇപ്പോഴും ചില കുട്ടികളൊക്കെ നടികൾ വരുമ്പോഴത്തേക്ക് ഞാൻ ഇതൊക്കെ ഓർത്ത് പോകുന്നതാണ്. ഇത് ഇത്തിരി കഴിയുമ്പോൾ ഇതുങ്ങളിങ്ങനെ കാലൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെയല്ലേ ഇരിക്കത്തുള്ളൂ. അപ്പോൾ അതുങ്ങൾ അങ്ങനെ ആയിപ്പോണതാണ്. അതുകൊണ്ടായിരിക്കും അന്നൊക്കെ എനിക്കിങ്ങനെ അനുഭവം ഉണ്ടായെന്ന് ഞാൻ തോന്നിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരു എടുത്ത് മുഖത്തൂടെയൊക്കെ എറിഞ്ഞിരൊക്കെ ചെയ്യും. അങ്ങനെ മുഖത്ത് എറിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ മുഖത്തൂടെ അല്ലെങ്കിലും എടുത്ത് ഇങ്ങനെ എറിഞ്ഞിട്ട് പോയ നടികളുണ്ട്. പിന്നെ ഇതൊന്നും നമുക്ക് കിട്ടാതെ ഉപദ്രവം വരാതിരിക്കുന്ന നല്ല ഡയറക്ടറാണെങ്കിൽ നമുക്ക് ഒരാളെ അനുസരിച്ചാൽ മതിയല്ലോ. അത് കാണിച്ചാൽ എനിക്ക് മമ്മൂക്കയുടെ പടം തന്നെ ചെയ്യാൻ പേടിയുണ്ടായിരുന്നു. ഒരുപാട് പടം അങ്ങനെ വിട്ടിട്ടുണ്ട്. മമ്മൂക്ക വഴക്ക് പറയുന്നൊക്കെ പേടിച്ചിട്ട് അങ്ങനെ ചെയ്യാതിരുന്നിട്ടുണ്ട്. പിന്നെ അടുത്തപ്പോഴല്ലേ ആൾ പാവമെന്ന് അറിയുന്നത്. അങ്ങനെ ഒരുപാട് പടം ഞാൻ വിട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിൽ നമുക്ക് നൊമ്പരത്തി പോവൊക്കെ ചെയ്യാൻ നേരത്താണ് സാറിൻ്റെ പടമായിട്ട് ഒരു ധൈര്യം വന്നത്. എങ്കിലൊരു പേടി തോന്നുമായിരുന്നു. അത് കൊണ്ടുകൊടുത്ത സാറ് സെലക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും പറയത്തില്ലല്ലോ. മോഹൻലാൽ പിന്നെ അങ്ങനെ ഒട്ടും പറയാറില്ലല്ലോ അല്ലേ? ഒന്നുമില്ല, ഇത് മതി അങ്ങനെയൊക്കെ തന്നെ ചോദിക്കും. ജേതി ചേട്ടനൊക്കെ ചോദിക്കുന്ന പോലത്തെ വേറൊരു ലൈൻ എനിക്ക്. മമ്മൂക്കയ്ക്ക് പിന്നെ ഇച്ചിരി കാണുമ്പോഴുള്ളൊരു മോടിയൊക്കെ വേണം. അങ്ങനെ ഞാൻ ഒരിക്കൽ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറ്റിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് സാറിന്. പക്ഷെ അറിഞ്ഞില്ല, വൃത്തിയായിരുന്നു കാര്യങ്ങൾ. ഇപ്പോൾ അന്നൊക്കെ ബോംബെയിലൊക്കെ പോയി എനിക്കൊന്ന് മഹി അങ്ങനെ ജോർജ് സാറിൻ്റെ പടം ചെയ്യുന്ന വലിയ കോസ്റ്റ്യൂമർമാരുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് കോസ്റ്റ്യൂമറൊക്കെ ഫ്ലൈറ്റിലാണ് വരണം, അവിടെ പോയി ബോംബെയിൽ നിന്ന് മമ്മൂക്കയ്ക്ക് പർച്ചേസ് ചെയ്യാൻ പോയി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഷർട്ടൊക്കെ വേണം. ഇപ്പോൾ ഇവിടെ കാശുമില്ല. നമ്മുടെ അല്ല പ്രിയ ഫിലിംസിൽ അവിടെ ഒരു പടത്തിൽ സാറ് വന്നപ്പോഴത്തേക്കും വേലാൻ ചേട്ടൻ വേറൊരു പടത്തിന് പോയി മെരിലാൻഡ് വെച്ച്. ഷർട്ടില്ല, പെട്ടെന്ന് DBയുടെ ഷർട്ട് വേണം, പൈസയും ഇല്ല, പ്രൊഡ്യൂസറും സ്ഥലത്തില്ല. പിന്നെ അവിടെ ഒരു ഷർട്ടിന് തുണി എടുത്ത് വെച്ച് 2 കളറൊക്കെ ചേർത്ത് വേറെ റെഡിമെയ്ഡ് ഷർട്ടിൻ്റെ കളറൊക്കെ എടുത്ത് വെച്ച് അതിൻ്റെ DB എന്നൊക്കെ എഴുതി ബസ്സോട് കയറ്റി മുമ്പ് കൊണ്ട് ചരിച്ചിട്ട് തൃപ്തിയായിട്ടിട്ടുണ്ട് പോയി. DBയുടെ വെച്ചിട്ടുണ്ട് പോയി. ഈ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചോളൂ. മുമ്പൊക്കെ ഇങ്ങനെ പറഞ്ഞ് എപ്പോഴോ യാതൊരു മനോരമയിലെന്തോ സാറിൻ്റെ എന്തോ ഒരു കുറ്റം പറയാൻ കിട്ടിയൊരു അവസരം ആ സമയത്ത് തന്നെ ഞാനിത് പറഞ്ഞ വാചകമേള എന്ന് പറഞ്ഞ അടുത്ത് വെച്ച് എഴുതിയിരുന്നു. ആർക്കായാലും ദേഷ്യം തോന്നിപ്പോയി. കറക്റ്റ് അന്ന് ഞാൻ രാവിലെ ഒറ്റപ്പലത്ത് മുമ്പ് ചെന്ന് ചാടുകയും ചെയ്തു. ശരി, എന്ത് പറഞ്ഞത്? ഞാൻ വായിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും കൊള്ളാം ഈ ഇങ്ങനെ പറ്റിക്കണത്. കാരണം ഈ ചില ആർട്ടിസ്റ്റുകൾക്ക് നിവൃത്തിയില്ലാണ്ട് ചെയ്തു പോയത്. അതെ, ഈ ബ്രാൻഡ് തന്നെ വേണം, അതല്ലെങ്കിൽ ഇന്ന അല്ല. നമുക്ക് അതിനെ പറ്റി പറഞ്ഞാൽ ഇങ്ങനെ പല ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇന്ന സ്ഥലത്ത് തന്നെ പാൻറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യിക്കണം, ഈ സൂട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറയും. ആ ആൾ തന്നെ വേണം, ആ മെറ്റീരിയൽ വേണം. അങ്ങനെ മഹി ഒരുപാട് പറ്റിച്ചിട്ടുണ്ട്. സംസാരിച്ച മഹി പറയാ അതൊക്കെ അവർ പറയും. സെയ്ദ് ബോക്കർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് തന്നെ പാൻറ്റ് തയ്ക്കുള്ളായിരുന്നു നമുക്ക്. അപ്പൊ ഈ സെയ്ദ് ബോക്കറിന്റെ ഇത് കൊണ്ട് നടക്കണ്ടായിരുന്നു, ലാബില് കൊണ്ട് നടന്നിട്ട് എവിടുന്ന് തയ്ച്ചിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ട് മഹി അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് മഹി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നിവൃത്തിയില്ലാണ്ട് വരുമ്പോൾ ചിലപ്പോൾ ചെയ്യേണ്ടി വരും അതൊക്കെ. കാരണം അവര് വിശ്വാസം വൃത്തിയായിരിക്കാൻ വേണ്ടി പറയുന്ന. അതെ അതെ അതെ. ഇപ്പോൾ കോസ്റ്റ്യൂമർ എന്നുള്ള രീതിയിൽ വന്നപ്പോൾ ഇപ്പോൾ നേരത്തെ എന്തിനും പറഞ്ഞു മുഖത്ത് ഡ്രസ്സ് വലിച്ചെറിയുന്നു. കാരണം അത് ഒരിക്കലും നമ്മൾ ചെയ്യുന്ന തൊഴിലിനെ വല്ലാണ്ട് അല്ലേ, ആര് ചെയ്താലും ശരി, ആയമാരും ശിങ്കിടിയൊക്കെ ആയിട്ട് ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നുമില്ലല്ലോ. പക്ഷെ ഇപ്പൊ എത്ര നല്ല അല്ല ഇപ്പോഴും അല്ലെന്ന് പറയാൻ പറ്റില്ല. ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സിനിമയിലൊരു നടി ഇതേപോലെ തന്നെ കൊണ്ടു ചെന്ന ഡ്രസ്സ് ശരിയില്ല എന്ന് പറഞ്ഞിട്ട് കോസ്റ്റ്യൂമേഴ്സിൻ്റെ മുമ്പിൽ വെച്ച് അത് വലിച്ച് കയറി. ഞാൻ പക്ഷെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു ആ സ്ത്രീനെ. നമ്മുടെ വളരെ പ്രസിദ്ധനായിട്ടുള്ള കോസ്റ്റ്യൂം ഡിസൈനറായിരുന്നു അത് ചെയ്തത്, നമ്മുടെയൊക്കെ ഇപ്പോൾ നമ്മുടെ പടങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ നടിയെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് ആ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് രണ്ടാമത് കൊണ്ടുവന്നിട്ട് അത് ഇട്ടിട്ട് ഈ സീൻ അഭിനയിച്ചാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഈ സീൻ എടുക്കുന്നില്ല, നീ ഈ സീനിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഞാൻ വഴക്ക് പറഞ്ഞ് അതേ ഡ്രസ്സ് വീണ്ടും ആ കോസ്റ്റ്യൂം മാസ്റ്ററിനെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യിച്ച് രണ്ടാമത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ അത് കീറിയതിൻ്റെ ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ അറിയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഷോട്ട് എടുക്കണ ഞാനാണ്, അത് അറിയാണ്ട് ഞാൻ ഷോട്ട് എടുത്തോളാം എന്ന് പറഞ്ഞു. അത് തന്നെ ഇട്ടാന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അത് തന്നെ ഇടിപ്പിച്ച ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഇത് കാരണം അവരതിൻ്റെ സീരിയസ്നെസ് അറിയില്ല, നമ്മുടെ തൊഴിലിൻ്റെ ഒരു വേദന അല്ലെങ്കിൽ മഹത്വം. ഓരോ തൊഴിലിനും ഓരോ മഹത്വം ഉണ്ടല്ലോ അല്ലേ. അല്ലെങ്കിൽ പോലും ഇപ്പം ഇതിനെക്കുറിച്ച് മൊത്തത്തിൽ മനസ്സിൽ കണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഒരാൾ നിർദ്ദേശിച്ചിട്ടായിരിക്കുമല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് അനുസരിക്കുകയല്ലേ വേണ്ടു എന്നതല്ല അപ്പുറം അവർ കയറി ഇങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം പറയുമ്പോഴാണ് നമുക്ക് വിഷമം തോന്നുന്നത്.
അപ്പം ചിലർ വന്ന് ഒച്ചയ്ക്ക് പറയുമ്പോഴത്തേക്ക് പ്രൊഡ്യൂസറൊക്കെ പതുക്കെ ഇരുന്നിടത്തുനിന്ന് അറിയാതെ മാറി പോയിക്കളയും. അവരെ കാശും പോവും. പിന്നീട് എപ്പോഴും ഈ വേദന ഒറ്റയ്ക്കിരിക്കാൻ നമ്മുടെ അടുത്ത് ശകാരിക്കും. അതൊക്കെ നോക്കി ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ എത്ര രൂപയായി, കുറച്ചുകൂടെ അതിന് പകരം വേറെ എടുക്കേണ്ടി വന്നില്ല എന്നൊക്കെ പിന്നീട് ശകാരിക്കുകയും ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്ദ്രൻസ് അങ്ങനെ ഒരു സ്ട്രഗിൾ ചെയ്തത്, അല്ലെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക, വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് വന്ന ഒരാളെന്നുള്ള രീതിയിൽ പൊതുവെ പിന്നീട് നടനായപ്പോഴും നമ്മൾ പൊതുവെ പറയാറുണ്ട് ഈ മുഖത്ത് ചായം തേച്ച ഒരു സ്വഭാവം കാണിക്കുന്നു പറയുന്നത്. അപ്പോൾ മുഖത്ത് ചായം തേച്ച് കഴിഞ്ഞപ്പോൾ എന്നെങ്കിലും ഇന്ദ്രൻസിന് തോന്നിയിട്ടുണ്ട് അന്ന് എനിക്കും ഗമ കാണിച്ചളെ ഇവർക്ക് കിട്ടുന്ന പണി കൊടുക്കുക തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഓരോരുത്തരും വഴക്ക് പറയണേ കേട്ടിട്ട് പതുക്കെ അങ്ങ് മാറി ശ്രദ്ധിക്കും. എങ്ങനെ ഇങ്ങനെ അഹങ്കാരി ആവാണ്ട് പോയി? സാധാരണ മുഖത്ത് ചായം തേച്ച് കഴിഞ്ഞാൽ 5-6 പടം കഴിയുമ്പോൾ അഹങ്കാരം വരും. അല്ല സാർ, ഇത് നമ്മൾ കുറേ കണ്ടിട്ടില്ലേ, പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് ഒരു 1-2 പടം കഴിയുമ്പോൾ പിന്നെ കാണാത്ത ഒത്തിരി പേരില്ലേ, അപ്പോൾ സഹിക്കാൻ വയ്യാണ്ട് വരുമ്പോൾ പിന്നെ ആരും വിളിക്കത്തില്ല. അത് കണ്ട് വളർന്നുകൊണ്ട് തന്നെയാണ് ആ ഒരു അല്ലേ, അതുകൊണ്ട് തന്നെയാണ് ഇന്ദ്രൻസിൻ്റെ ഈ സൗമ്യമായ ഭാവം എന്നെ ആകർഷിച്ചിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. പലപ്പോഴും ഇന്ദ്രൻസിനെ നമ്മൾ പലയിടത്ത് വെച്ചിട്ട് കാണുമ്പോഴും ഒരു ആക്ടർ എന്നുള്ളതിനപ്പുറത്ത് ഇന്ദ്രൻസിനെ ഞങ്ങൾക്കൊരു ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ കൂടെ നിർത്താനാണ് ഇപ്പോഴും ഞാനൊക്കെ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതൊരു പ്രത്യേകതയാണ്. കാരണം നമ്മൾ ഈ ജോലിയുടെ മഹത്വം തിരിച്ചറിഞ്ഞ് ഈ അഭിനയ രംഗത്തേക്ക് വന്നതുകൊണ്ട് തന്നെയാണ് മുഖത്ത് ചായം തേച്ചിട്ടും ഈ അഹങ്കാരം വരാത്തത് എന്ന്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ കളരിയുടെ പ്രത്യേകത, പത്മരാജൻ എന്ന് പറയുന്ന മഹാകളരിയിൽ നിന്ന് അല്ലേ അഭ്യസിച്ച് വന്നതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഇന്ദ്രൻ നടനായി തിരക്കതിന് ശേഷം കോസ്റ്റ്യൂമർ ഇപ്പോൾ കോസ്റ്റ്യൂം കൊണ്ടുവരും ഇന്ദ്രൻസിന്. ഈ പറഞ്ഞ കാര്യം അന്ന് ഇന്ദ്രൻസ് നസീസാറിനൊക്കെ ഇടിച്ചു കൊടുത്ത കാര്യം ഇന്ദ്രൻസിന് കൊണ്ടുവന്നിട്ട് പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട് തരും, ഷൂ ഒക്കെ ഇട്ട് തരും. അപ്പോൾ ഷൂ ഇടാനായിട്ട് കാല് നീട്ടി കൊടുക്കാം, ഞാൻ വാങ്ങിച്ചിടും, ഞാൻ വാങ്ങിച്ചിടും അല്ലേ. അവർ പ്രത്യേക സ്വാതന്ത്ര്യം എടുക്കാറുണ്ട് അതുങ്ങൾ വരുമ്പോഴത്തേക്കും വാങ്ങിച്ചിടും. അത് ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു അല്ലേ. പക്ഷെ ഇവിടുത്തെ നടന്മാർക്കൊന്നും അതൊരു കോസിലും ഇല്ല അതിൻ്റെ അകത്ത്. എനിക്ക് പലപ്പോഴും അതൊരു വിഷമം തോന്നിയിട്ടുണ്ട്. ഒരു ദാസ്യവേല ചെയ്യുന്ന മാതിരി. കാരണം നിങ്ങളുടെ തൊഴിലിൻ്റെ ഭാഗം കോസ്റ്റ്യൂമറുടെ തൊഴിലിൻ്റെ ഭാഗമായിരിക്കും എങ്കിൽ പോലും അത് ചില ഡ്രസ്സുകളൊക്കെ ഇടുമ്പോൾ ഒന്ന് കുനിയാൻ പറ്റായൊക്കെ വരും. ഇപ്പോൾ പോലീസ് യൂണിഫോം പോലുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ പ്രായം ഉള്ള ആർട്ടിസ്റ്റിലൊക്കെ ഇപ്പോൾ പയ്യന്മാരൊക്കെ അത് ചെയ്യുമ്പോൾ നമുക്ക് കാലം കയറ്റി വെച്ചിട്ട് ഇങ്ങനെ കാലുമേറ്റി അതൊക്കെ ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഓരോ തൊഴിലും അതിൻ്റെ മാന്യതയുണ്ട്. ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാതെ. മറ്റവർക്ക് ചെയ്യില്ല എന്ന് പറയാനും പറ്റില്ല. അവരുടെ ജോലി പെട്ടത് തന്നെയാണ്, ഒരുക്കി വിടുക എന്നുള്ളത് കാര്യം തന്നെയാണ്.